വെൽക്കം ടു ബൈബിൾ ഇൻസൈറ്റ്സ് ക്വസ്റ്റൻ ആൻസർ സെഷൻ. എല്ലാ മാന്യ പ്രേക്ഷകർക്കും ക്രിസ്തുവേശുവിന്റെ നിസ്തുല്യ നാമത്തിൽ എന്റെ സ്നേഹവന്ദനം. ഐ ആം ഡോക്ടർ ഗ്ലാഡിസ് മാത്യൂസ് ഫ്രം ബാംഗ്ലൂർ. വിശുദ്ധ വേദപുസ്തകം ശ്രദ്ധയോടെ വായിക്കുകയും പഠിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിക്ക് സ്വാഭാവികമായും ഉണ്ടാകുന്ന ചോദ്യങ്ങൾക്കും സംശയങ്ങൾക്കും വേദപുസ്തക അടിസ്ഥാനത്തിൽ തന്നെ ഉത്തരം കണ്ടെത്തുക എന്നുള്ളതാണ് ഈ സെഷനിൽ കൂടി ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. പ്രശസ്ത ഹീബ്രു ബൈബിൾ സ്കോളറും വേദ അധ്യാപകനുമായ ഡോക്ടർ ബാബു ജോൺ വേട്ടമല സർ അങ്ങനെയുള്ള നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് വേദപുസ്തക അടിസ്ഥാനത്തിൽ നിന്ന് ഒട്ടും വ്യതിചലിക്കാതെ ആധികാരികമായി മറുപടി പറയുവാൻ ഇന്നും നമ്മോടൊപ്പമുണ്ട്. വെൽക്കം ടു ദിസ് സെഷൻ സർ. പ്രേക്ഷകരിൽ നിന്നും വളരെയധികം ചോദ്യങ്ങൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ആദ്യത്തെ ചോദ്യം ഇതിനു മുമ്പ് ചോദിച്ച ഒരു ചോദ്യത്തോടനുബന്ധിച്ച് വന്ന ഒരു ചോദ്യമാണ്. ചോദ്യം ഇതാണ്: സഭ എന്നതിന് എക്ലീസിയ എന്ന പദമല്ലേ ഗ്രീക്കിൽ ഉപയോഗിച്ചിരിക്കുന്നത്? അതിന്റെ അർത്ഥം വിളിച്ച് വേർതിരിക്കപ്പെട്ടവരുടെ കൂട്ടം എന്നാണ് പഠിച്ചിട്ടുള്ളത്. എക്ലീസിയ എന്നതിന് വേറെ വല്ല അർത്ഥവുമുണ്ടോ? നമ്മൾ ഒരിക്കൽ പറഞ്ഞാണെങ്കിലും ചോദ്യം വീണ്ടും വന്നതുകൊണ്ട് നമുക്ക് അതിൻ്റെ ആൻസറിലേക്ക് പോവുക എന്ന ആൾക്കാർ റെഫർ ചെയ്യാതെ നമുക്ക് അതിൻ്റെ ആൻസർ ഒന്നുകൂടെ പറയാം. സഭ എന്ന വേർഡിന് വിളിച്ച് വേർതിരിക്കപ്പെട്ട കൂട്ടം എന്ന അർത്ഥം ഗ്രീക്കിലില്ല. ഒരു ഗ്രീക്ക് ഡിക്ഷണറിയിൽ കൊണ്ടു കാണിച്ചിട്ടൊന്ന് അങ്ങനെ അർത്ഥമൊന്ന് വിളിച്ച് വേർതിരിക്കപ്പെട്ട കൂട്ടമാണ് എക്ലീഷ്യ എന്നൊരർത്ഥം കാണിച്ചേട്ടാ. ഒരിടത്തും ഇല്ല. പക്ഷെ നമ്മൾ എന്ത് ചെയ്തു? ഇല്ലാത്ത അർത്ഥം കൊണ്ട് ഉണ്ടാക്കി കൊടുത്തു. ഇപ്പം ടീറ്റോട്ടലർ എന്നൊരു വേർഡുണ്ട് ഇംഗ്ലീഷ്. ടീറ്റോട്ടലർ എന്ന് പറഞ്ഞാൽ മദ്യം ഒരിക്കലും തൊടാത്ത ഒന്നാണ് ടീറ്റോട്ടലർ. നമുക്ക് ക്ലാസ് പഠിക്കും. ടീറ്റോട്ടലർ എന്ന് പറഞ്ഞാൽ അതൊരു മഹാകള്ളൂടിയനാണ് എന്നൊക്കെ പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും? അതൊരു മഹാകള്ളൂടിയനാണ് എന്ന് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും? ഇല്ലാത്ത അർത്ഥം ഉണ്ടാക്കി കൊടുത്തില്ലയോ? എന്താണ് എക്ലീഷ്യ? നമ്പർ 1, അത് ഗ്രീക്കിലെ രാജസഭയാണ്. ഗ്രീക്കിലെ രാജസഭയാണ്. അത് വിളിച്ച് വേർതിരിച്ച് കൂട്ടമല്ല. ജനം തിരഞ്ഞെടുത്ത് വിടുന്നവരുടെ കൂട്ടമാണ്. ദൈവസഭ എന്ന് പറഞ്ഞാൽ ജനം തിരിഞ്ഞെടുക്കുന്നവരുടെ കൂട്ടമല്ല, ദൈവം വിളിച്ച് വേർതിരിച്ചവരുടെ കൂട്ടമാണ്. ദൈവം തിരിച്ചു വേർതിരിച്ചവരും ജനം തിരഞ്ഞെടുത്തവരും രണ്ടാണ്. ആണല്ലോ. എക്ലീഷ്യ അല്ല ദൈവസഭ. എക്ലീഷ്യയിൽ നടക്കുന്നത് എന്തൊക്കെയാ? എല്ലാവരും കൂടി വരുന്നു, കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നു, പേപ്പർ പ്രസന്റ് ചെയ്യുന്നു, അനലൈസ് ചെയ്യുന്നു, അവസാനം ഡിസിഷൻ എടുക്കുന്നു. ഡിസിഷൻ എടുക്കുന്നതിന് മുമ്പ് മെജോറിറ്റി അഭിപ്രായം ചോദിക്കും. മജോറിറ്റി ഒന്ന് സമ്മതിക്കുന്നു, അത് തീരുമാനിക്കും. അവിടെ ഹീറ്റഡ് ആർഗ്യുമെന്റ് ഉണ്ട്, ഡിസ്കഷൻസ് ഉണ്ട്, പേപ്പർ പ്രസന്റേഷൻ ഉണ്ട്, ഇതെല്ലാം ഉണ്ട്. ദൈവസഭയിൽ ഹീറ്റഡ് ആർഗ്യുമെന്റ്, ഒരു ആർഗ്യുമെന്റ് പാടില്ല. 2, ദൈവസഭ മെജോറിറ്റിയാണ് തീരുമാനിക്കുന്നത്. 3, ദൈവസഭ നയിക്കുന്നത് ദൈവമാണ്, തിയോക്രാറ്റിക് ആണ്. ചർച്ച് ഓഫ് ഗോഡ് ഈസ് തിയോക്രാറ്റിക്, ദൈവാധിപത്യമാണ്, ജനാധിപത്യമല്ല. പിന്നെ എങ്ങനെ ഗ്രീക്കിലെ രാജാവിൻ്റെ സഭയും ഇന്ന് ബന്ധമുണ്ടാകുന്ന? ഒരു ബന്ധവുമില്ല. ഗ്രീക്കിലെ രാജാവിൻ്റെ രാജസദസ്സും എക്ലീഷ്യയും തമ്മിലൊരു ബന്ധമില്ല. പക്ഷേ സഭ വിളിച്ച് വേർതിരിക്കപ്പെട്ട കൂട്ടമാണ്. അതെടുത്ത് ഇവിടെ കൊടുത്തിരിക്കുന്നു ആ അർത്ഥം. എക്ലീഷ്യയ്ക്ക് ആ അർത്ഥമില്ല. അപ്പം എക്ലീഷ്യ ആണ് സഭയെന്ന് പറഞ്ഞ് നടക്കരുത്, അത് തെറ്റാണ്. ദാറ്റ്സ് വാട്ട് ഐ സ്റ്റിൽ ഗോ ടു സേ. ഓക്കെ, നോ പ്രോബ്ലം. അടുത്ത ചോദ്യം 1 തെസ്സലോനിക്കർ 5-ാം അധ്യായം 23-ാമത്തെ വാക്യത്തെ ആസ്പദമാക്കിയുള്ളതാണ്. ദൈവവചനം ഇങ്ങനെ പറയുന്നു: സമാധാനത്തിന്റെ ദൈവം തന്നെ നിങ്ങളെ മുഴുവനും ശുദ്ധീകരിക്കുമാറാകട്ടെ. നിങ്ങളുടെ ആത്മാവും പ്രാണനും ദേഹവും അശേഷം
നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ അനിന്യമായി വെളിപ്പെടും വണ്ണം കാക്കപ്പെടുമാറാകട്ടെ. ഈ 3 കാര്യങ്ങൾ, ആത്മാവ്, പ്രാണൻ, ദേഹം, ഇവയുടെ ശുദ്ധീകരണത്തിൽ ഒരു വിശ്വാസിയുടെ പങ്ക് എന്താണ്? ഗുഡ് ചോദ്യം. ബസാർ, ഫ്ലഷ്, ശരീരം. നെഫഷ്, ദേഹി. റുവാഖ്, ആത്മാവ്. ഈ 3 ഘടകങ്ങളാണ് മനുഷ്യനുള്ളത്. So man is a spirit, he has a soul, he lives in the body. മനുഷ്യൻ ആത്മാവാണ്, അവനൊരു ബുദ്ധിമണ്ഡലം, ദേഹിയുണ്ട്, അവന്റെ ശരീരത്തിൽ വസിക്കുന്നു. കർത്താവ് കാഹളം ധരിക്കുമ്പോൾ മൺമറമ്പ വിശുദ്ധന്മാര് ശരീരവുമായിട്ട് ഉയർത്തെഴുന്നേൽക്കും. ശരീരത്തിൽ ജീവിച്ചിരിക്കുന്ന നമ്മുടെ ശരീരത്തിന്റെ രൂപാന്തരം വരും. നമ്മളവിടെ ചെല്ലുമ്പോൾ വിസ്താരം നടക്കും ഓരോരുത്തരെയും. ഒന്ന്, നിന്റെ ഈ ശരീരം അത് എൻ്റെ മന്ദിരമായിരുന്നു. വാട്ട് ഡിഡ് യു ഡു വിത്ത് ഇറ്റ്? നീ ഇതിനെന്ത് ചെയ്തു? എനിക്ക് റാന്നിയിൽ നിന്ന് കോടിഞ്ചേരി വരെ പോകണമെങ്കിൽ എനിക്ക് ശരീരം വേണം. നിന്റെ ശരീരത്തിൽ ഞാൻ പോയത്. എനിക്ക് പ്രസംഗിക്കാനും ഭൂതങ്ങളെ പുറത്താക്കാനും രോഗികളെ സൗഖ്യമാക്കാനൊക്കെ ഒരു ശരീരം വേണം. നിന്റെ ശരീരമാണ് നീ ഉപയോഗിച്ചത്. ആ നിന്റെ ശരീരത്തെ നീ എന്ത് ചെയ്തു? എനിക്ക് ഉപയോഗിക്കേണ്ട നിന്റെ ശരീരത്തെ, ഒന്ന്, എനിക്കതിൽ കിടക്കാൻ പാടില്ലാത്ത രീതിയിൽ നീ പാപം ചെയ്തോ? ഞാനത് കിടക്കത്തില്ല. പിന്നെ അതിന് നാശം സംഭവിക്കുന്ന രീതിയിൽ, അതിന് നാശം സംഭവിക്കുന്നതായ കാര്യങ്ങളൊക്കെ നീ കൺസ്യൂം ചെയ്തോ? നീയല്ലയോ എൻ്റെ മന്ദിരത്തെ നശിപ്പിച്ചത്, ഞാൻ നിന്നെ നശിപ്പിക്കും. അപ്പം നിന്റെ ശരീരം എൻ്റെ ആത്മാവ് വസിക്കുന്ന മന്ദിരമാണ്. സ്വർഗത്തിൽ ചെല്ലുമ്പോൾ ഈ ബോഡി നീ എങ്ങനെ ഈ ഭൂമിയിൽ സൂക്ഷിച്ചെന്ന് സ്വർഗത്തിൽ കണക്ക് കൊടുക്കണം. When you reach heaven, you have to give an account of how well did you keep the body on this earth. ഈ ഭൂമിയിലായിരുന്നപ്പോൾ നീ നിന്റെ ശരീരം എങ്ങനെ നോക്കിയെന്നുള്ള പിന്നെ അവിടെ കണക്ക് കൊടുക്കണം. ഈ ബോഡി ഹെൽത്തിയായി സൂക്ഷിക്കാൻ 3 കാര്യങ്ങൾ വേണം. ഒന്ന്, അതിന് പ്രോപ്പറായ ആഹാരം വേണം. 1. 2, അതിന് പ്രോപ്പറായ വ്യായാമ മുറകൾ വേണം. 3, അതിന് പ്രോപ്പറായി എൻവയറോൺമെന്റ് വേണം. ഞാനിപ്പോൾ ഇംഗ്ലണ്ടിലായിരുന്നെങ്കിൽ, ഇപ്പം ഇന്ത്യയിലായിരുന്നെങ്കിൽ ഞാൻ ഇങ്ങനെ ആയിരിക്കത്തില്ലായിരുന്നു കഴിയുന്നത്. ഇറ്റ് വുഡ് ഹാവ് ബീൻ ഡിഫറെൻറ്റ്. അപ്പം ഓരോ ക്ലൈമറ്റിനനുസരിച്ച് നിന്റെ ബോഡിക്ക് അവിടുന്ന് ഇഷ്ടം കുറവുണ്ടാകാതെ സൂക്ഷിക്കണം. 2, നീ ആവശ്യമില്ലാത്ത ജങ്ക് ഫുഡ് കഴിച്ച് ബോഡി അഴുക്കാക്കരുത്. പ്രോപ്പറായ വ്യായാമം കൊടുത്ത് ബോഡി ഹെൽത്തി ആക്കണം. ഇല്ലെങ്കിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാകുന്ന ഈ മന്ദിരത്തെ നീ നശിപ്പിക്കുക. ദൈവത്തിന്റെ മന്ദിരം നശിപ്പിച്ചതിന് ദൈവം നശിപ്പിക്കും ബോഡി. രണ്ടാമത് സോളിന്റെ ഫുഡ് എന്ന് പറഞ്ഞാൽ വിസ്ഡം, നോളജാണ്. നല്ല പുസ്തകം, നല്ല സംസാരം, നല്ല ഡിസ്കഷൻസ്, നല്ല ടീംസ്, നല്ല ടോക്സ്, അതിൽ കൂടെ എപ്പോഴും നീ അറിവ് വർദ്ധിച്ചുകൊണ്ടിരിക്കണം. അപകടകരമായ വൃത്തിയുടെ കാര്യങ്ങൾക്കും പോകാം. സോൾ കറപ്റ്റായി പോകും. ഇതൊക്കെ ചെയ്ത സോൾ എപ്പോഴും ഭംഗിയായിരിക്കും. സ്വർഗത്തിൽ ചെല്ലുമ്പോൾ കണക്ക് ചോദിക്കും, നീ ആ ലൈബ്രറിയിൽ എന്തോ വായിച്ചത്? നിന്നത് പോയി എന്തോ വായിച്ചത്? നീ എന്തോ കേൾക്കാനോട് പോയത്? നീ എന്തിനാ അമ്മാരോട് പോയി ഇരുന്നത്? And the last is spirit. അത് ദൈവജനം വായിക്കുന്നതിലൂടെയും ദൈവീക കാര്യങ്ങൾ ഇടപെടുന്നതിലൂടെയും ദൈവത്തോട് സംസാരിക്കുന്നതിലൂടെയും പ്രാർത്ഥിക്കുന്നതിലൂടെയാണ് സ്പിരിറ്റ് ഡെവലപ്പ് ചെയ്യുന്നത്. ഇതിന് 3 നമ്മൾ സ്വർഗത്തിൽ കണക്ക് കൊടുക്കേണ്ടി വരും. For all these 3 we have to give an account in heaven. Yeah. ഒരു ടോട്ടൽ അക്കൗണ്ടബിലിറ്റി ആണ്. ഇത് 3 നിർമ്മലമായി അൺബ്ലെമിഷ്ലെസ്സായി അവിടെ കൊണ്ട് വെളിപ്പെടണം. അതിനോട് ഇപ്പൊ you have to keep it now
safe and secure so that they will be sure blemishless in the presence of God. ദൈവത്തിന്റെ ഇതിനെപ്പറ്റി ആരും കുറ്റം വിധിക്കരുത്. അപ്പൊ എനിക്കിതിനെപ്പറ്റി ബോധമില്ല. ബോധമില്ലാത്ത കാര്യം ഞാൻ എന്ത് ചെയ്തു? ഞാൻ വെജിറ്റേറിയനിസത്തിലേക്ക് തിരിഞ്ഞു. വല്ല ആവശ്യമുള്ളതാണോ, വല്ലെങ്കിലും മറ്റേ മീനും ഇറച്ചിയും കഴിച്ച് കഴിഞ്ഞാൽ പറയാം ഉള്ള പൊട്ടാസ്യം അങ്ങോട്ട് ബോഡിക്കകത്ത് കയറി, കിഡ്നി രണ്ടും അടിച്ചു പോയി. മനസ്സിലാവുന്നുണ്ടോ മണ്ടത്തിന് ഞാനാ കാണിച്ചെന്ന്? മനസ്സിലാവും. വെജിറ്റബിൾസ് കഴിക്കണം. ഞാൻ ചോദിച്ചു വെജിറ്റബിൾസ് കഴിച്ചവനെ നന്നാ, അതൊക്കെ കന്നാരുടെ ഫുഡില്ലേ അത്? പോട്ടെ, ഞാൻ പറഞ്ഞത് നമ്മൾ വയസ്സല്ലാത്തതുകൊണ്ട്, ഇപ്പം ഞാൻ വയസ്സല്ലാത്തതുകൊണ്ട് എൻ്റെ ബോഡി നശിപ്പിച്ച് ഞാനിങ്ങനെ നല്ല കാലത്ത് വീൽ ചെയറിൽ കയറി. ദൈവത്തെ കുറിച്ച് വേണ്ട കാര്യമില്ല. ബിക്കോസ് ഐ ട്രീറ്റ് മൈ ബോഡി നോട്ട് ഇൻ എ വൈസ് വേ. ഓക്കെ, താങ്ക് യു വെരി മച്ച് സർ. അടുത്ത ചോദ്യം എബ്രായ ലേഖനം 1-ാം അധ്യായം 14-ാം വാക്യത്തിൽ ഇപ്രകാരം എഴുതിയിരിക്കുന്നു: അവർ, അതായത് ദൂതന്മാർ, രക്ഷ പ്രാപിപ്പാനുള്ളവരുടെ ശുശ്രൂഷയ്ക്ക് അയക്കപ്പെട്ട സേവക ആത്മാക്കൾ അല്ലയോ? അങ്ങനെയെങ്കിൽ രക്ഷിക്കപ്പെട്ട വ്യക്തിക്ക് ദൂതനോട് എന്തെങ്കിലും കാര്യം ചെയ്യുവാൻ ആജ്ഞ കൊടുക്കുവാൻ സാധിക്കുമോ? അതോ ദൈവത്തിന് മാത്രമേ ദൂതന്മാരുടെ മേൽ അധികാരമുള്ളൂ? നമുക്ക് സ്ട്രേറ്റ് ആയിട്ട് ആൻസർ പറയാൻ പറ്റുന്നൊരു ചോദ്യമല്ല. കാരണം സേവകാത്മാക്കളാണ്, സെർവിങ് സ്പിരിറ്റ് ആണ്. നമ്മൾ ഏത് ലെവലിൽ വിശ്വാസ ജീവിതത്തിൽ നിൽക്കുന്നുള്ളതാണ്. അവകാശി സർവത്തിനും ഉടമസ്ഥനെങ്കിലും ശിശുവായിരിക്കുന്നിടത്തോളം ദാസനേക്കാൾ മെച്ചമല്ല. നമ്മൾ ആത്മീയ ജീവിതത്തിന്റെ നിലവാരം വളരെ താണതാണെങ്കിൽ ഒരു ദൂതനോട് നമുക്ക് കൽപ്പിക്കാൻ പറ്റുകയില്ല. എന്ന് ദൂതന്മാരോട് പോലും കൽപ്പിക്കാൻ കഴിയുന്നതായ സ്പിരിച്വൽ റെലംസിൽ നമ്മൾ എത്തണം. അതിന് നമ്മൾ ആഗ്രഹിക്കുന്നത്. ഈ സെഷൻ ഇവിടെ അവസാനിപ്പിക്കുന്നു. പ്രേക്ഷകരുടെ ചോദ്യങ്ങൾ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വോയിസ് മെസ്സേജ് ആയിട്ടോ ടെക്സ്റ്റ് മെസ്സേജ് ആയിട്ടോ കമന്റ് ബോക്സിലോ അറിയിക്കാവുന്നതാണ്. മേ ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു.